ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിലീഷ് പോത്തൻ, ലാലേട്ടൻ ഇവരാദ്യമായി ഒന്നിക്കുന്ന നെടുംകണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ പോസ്റ്ററും മോഷൻ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പോസ്റ്റർ ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് ആൻഡ് വളരെ പ്രതീക്ഷയുള്ള സിനിമയും കൂടിയാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ 1 മിനിറ്റ് 24 സെക്കൻഡുള്ള ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ അല്ലെങ്കിൽ മോഷൻ പോസ്റ്റർ എന്നൊക്കെ പറയാം, ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, റെഡി. സുഷിൻ ശ്യാമാണ് അതിന്റെ മ്യൂസിക്. ഭയങ്കര പ്രതീക്ഷയുള്ള സംഭവമാണ്. ജോണൽ മെരിക്കേറ്റ്, സൈജു ശ്രീധരൻ എഡിറ്റ്, സുഷിൻ ശ്യാം, ഷൈജു കാലത്ത് സിനിമാറ്റോഗ്രാഫി ട്വിറ്ററിൽ വർക്കായിരിക്കും. ശ്യാം പുഷ്കരൻ, അതുപോലെ പോൾസൻസ് കറിയ, അച്ചു ബേബി ജോൺ, ദിലീഷ് പോത്തൻ, മോഹൻലാൽ, മോഹൻലാൽ ഇൻ നെടുംകണ്ടം മിറാക്കിൾ. ഇതാണ് സംഭവം. ഇതിന്റെ പോസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഭയങ്കര ഒരു വെറൈറ്റി സാധനമാണെന്നുള്ള ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. പോസ്റ്ററിൽ കുറെ ഒരു വീടിന്റെ പല ഭാഗങ്ങൾ, നടുവിൽ തുറന്നു വെച്ചിരിക്കുന്ന ജനാല, അതിലിരിക്കുന്ന ലാലേട്ടൻ, മുഖം ആരുടെയും വ്യക്തമല്ല. അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് 1, 2, 3, 4, 5 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അമ്മ, ഭാര്യ, 2 മക്കൾ, അങ്ങനെ ആവാനാണ് സാധ്യത. വാട്ട് എവർ, എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇതിൽ പറഞ്ഞ പോലെ ആളുകൾ നിങ്ങൾക്ക് അറിയാലോ, മോഹൻലാൽ ദിലീഷ് പോത്തൻ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ചിത്രമാണ്. അതിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ശ്യാം പുഷ്കരനും പോൾസൻസ് കറിയാണ് ഇതിന്റെ തിരക്കഥ, സംഗീതം സുഷിൻ ശ്യാം, ക്യാമറ ഷൈജു ഖാലിദ്. ഈ പ്രഖ്യാപനം വന്ന സമയം മുതൽ ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് കൊളാബറേഷൻസ് എന്ന രീതിയിൽ വാർത്തയായിട്ടുള്ളൊരു സിനിമയാണ് നെടുംകണ്ടം മിറാക്കിൾ. പിന്നെ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും വരാതെ അങ്ങനെ പോയി. എന്നാലും പോസ്റ്റർ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള സാധനം ആരും വിചാരിക്കേണ്ട. പോസ്റ്ററിൽ ആദ്യം ഞാൻ കണ്ടത് മുഖങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന അങ്ങനത്തെ സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ഐഡന്റിറ്റി എന്താ, ഇവരുടെ സ്വഭാവം എന്താ, കാണുന്ന അപ്പിയറൻസ് ഉള്ള സംഭവം ആയിരിക്കില്ല ഇവരുടെ ഒരു ഐഡന്റിറ്റി എന്നുള്ളത്. അത് മറച്ചു വെച്ച പോലെ തോന്നുന്നുണ്ട്. അത് കഥയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കഥാപാത്രങ്ങളല്ല എന്നുള്ളത് വളരെ നൈസായിട്ട് കാണിക്കുന്ന രീതിയിലൊരു ഡിസൈൻ. അതുപോലെ നടുവിലെ തുറന്ന ജനലിരിക്കുന്ന കഥാപാത്രം, അതാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. ഓഫ് കോഴ്സ് അത് ലാലേട്ടനാണ്. ഇവരിനെ എത്ര മറച്ചാലും നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ കണ്ടാൽ മതി, നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വ്യക്തമാക്കിയില്ലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മോഷൻ പോസ്റ്ററിൽ മുഖം മറച്ചു വെച്ചിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ വീടിന്റെ ചുമര്, ജനാല, അത് കണ്ടതിന് നമുക്ക് പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തകർന്ന നിലയിൽ വായുവിൽ ഇങ്ങനെ ഒഴുകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആകാശം, നീല ആകാശം, കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതൊരു യഥാർത്ഥ സംഭവമാണോ, അല്ലെങ്കിൽ ആരുടെ ഓർമ്മയാണോ, അതിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം, ഒരു നഷ്ടം സംഭവിച്ചെന്തെങ്കിലും കുറിച്ച് പറയുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷ്വൽ മെറ്റഫർ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. നെക്സ്റ്റ്, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 1, 2, 3, 4, 5 കഥാപാത്രങ്ങളെയാണ് പ്രത്യേകം കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു കുടുംബം, ഓഫ്കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ലാലേട്ടന്റെ കഥാപാത്രം, ഭാര്യ, ഇപ്പുറത്തിരിക്കുന്നത് അമ്മ, മകള്, മകന്, അങ്ങനെ ആയിരിക്കാം, അങ്ങനെയാണ് തോന്നുന്നത്. അതായത് എല്ലാവരും ഉണ്ടായിട്ടും ഓരോരുത്തരും വേറിട്ട ലോകങ്ങളിലാണെന്ന് കാണിക്കുന്ന പോലെ, അങ്ങനത്തെ ഒരു വികാരം കാണിക്കുന്ന പോലെ. ഇവർ എല്ലാവരും ഉണ്ട്, പക്ഷെ ഒന്നും ഒരുമിച്ചല്ല. അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും ഐഡന്റിറ്റി വേറെയാണ്. വേറെ എന്തോ ആ വീട്ടിൽ സംഭവിക്കുന്നത്, എന്തോ ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ. അതുപോലെ രാത്രിയിലെ ആകാശം, പർപ്പിൾ നീല കളർ പാറ്റേൺ, അല്ലെങ്കിൽ പാലറ്റും ചേർന്ന് നോക്കുകയാണ്. ഒരു മിസ്റ്ററി മാജിക്കൽ റിയലിസം മൂഡ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നുള്ളൊരു തോന്നലും ഉണ്ട്. മിറാക്കിൾ എന്ന ടൈറ്റിലോടൊപ്പം വിഷ്വൽ സ്റ്റൈലും കൂടി വരുമ്പോൾ സത്യത്തിൽ ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നുന്നു. മിറാക്കിൾ എന്നുള്ളതിന്റെ ഒരു
ഈ മിറാക്കിൾ പൊതുവെ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്നത് പർപ്പിൾ ഒക്കെ നമ്മൾ പൊതുവെ കൊടുക്കാറുള്ള ഒരു മാജിക്കൽ മിസ്റ്ററി പാറ്റേൺ ആണ്. നമ്മൾ ഈ ഡിസ്നിയുടെ സിനിമകളും ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ഒരു മാജിക്കൽ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരാ ഒരു പർപ്പിൾ സംഭവമൊക്കെയാണ് കൂടുതലും പറയാറുള്ളത്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി. ഇനി ദിലീഷ് പോത്തന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണ്. ഇപ്പോൾ ഡയറക്ടറുടെത്തേക്ക് വരുമ്പോൾ ദിലീഷ് പോത്തൻ സിനിമകളൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ലോകം, കുറച്ച് ആളുകളും അങ്ങനെയൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അത് അവരുടെ ഒരു യഥാർത്ഥ ജീവിതത്തിനെ കുറിച്ച് പറയുന്ന സംഭവമാണ് പൊതുവെ ഉണ്ടാവില്ല. പക്ഷെ മിറാക്കിൾ എന്ന ടൈറ്റിലും ഈ ഒരു പറഞ്ഞൊരു സറിയൽ പോസ്റ്ററൊക്കെ കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലേ എന്നുള്ളതും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ സാധാരണ ഒരു ചെറിയ വേൾഡ് എന്നപ്പുറത്തേക്ക് നരേഷൻ സ്റ്റൈലിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ടോ, ഒരു പരീക്ഷണ ചിത്രമാണോ എന്നൊക്കെയുള്ളൊരു തോന്നലും ഉണ്ട്. എന്തായാലും ഒരു ഫാമിലി ഡ്രാമയാണോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി പടമാണോ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാജിക്കൽ റിയലിസ് ആണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. ഞാൻ അത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു പോസ്റ്റർ ഞാൻ പ്രതീക്ഷിച്ച പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ച പോലെയോ അല്ലോ വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വ്യത്യസ്തത ഈ പോസ്റ്ററിലുണ്ട്. കാരണം ആരുടെയും മുഖം കാണിക്കുന്നില്ല, വീടിങ്ങനെ പൊളിഞ്ഞിങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, ആൻഡ് കളറിങ്ങിന്റെ ഒരു സ്റ്റൈല്, മിറാക്കിൾ എന്ന് പറഞ്ഞ വേർഡായിട്ട് ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സംഭവം. എല്ലാ അർത്ഥത്തിലും ആ നെടുങ്കണ്ടം മിറാക്കിൾ എന്ന പേരിനോട് ഭയങ്കരമായിട്ട് മാച്ചിങ് ആവുന്ന ഒരു ഡിസൈനാണ് പോസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലസ് സോറി കേട്ടോ, നല്ല പനിയാണ്. ആ പനി ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ, ഗുളിക കുടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്, ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ദിലീഷ് പോത്തൻ ലാലേട്ടൻ ഒന്നിക്കുന്നു, സുഷിൻ ശ്യാം പുരസ്കരൻ, ഭയങ്കരമായിട്ടുള്ളൊരു ഒരു 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 ക്ലാസിക്, ഒരു ഭയങ്കര ഒരു പടം വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് പേഴ്സണലി ഉണ്ട്. എന്ന് വെച്ചിട്ട് ഇവരാരും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു എന്താ പറയുക കാര്യങ്ങൾ പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിങ്ങനെ ആയിരിക്കുന്ന ഒരു എന്താ പറയാം, അവരിങ്ങനെ ഒരു ഇതിങ്ങനെയാണെന്ന് നമ്മളോട് പറയുക, അല്ലെങ്കിൽ അവകാശവാദങ്ങളൊന്നുമില്ല, അതൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ കാണുമ്പോൾ ഇത് സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ആണെങ്കിലും സുഷിൻ ശ്യാമാണ്, വിശ്വസിച്ച് കാണാം. അതുപോലെ സിനിമോട്ടോഗ്രഫി ഷൈജു ഖാലിദ് വേറെ ലെവൽ സാധനമായിരിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തു. ലാലേട്ടനും ദിലീഷ് പോത്തനും ഒന്നിക്കുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്താണെന്നുള്ളതും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തു. ആൻഡ് ഈ സിനിമയിലെ ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങളിലേക്ക് ഏറ്റവും പ്രതീക്ഷയോടെ വരുന്നത് എന്താണെന്നുള്ളത് കൂടി കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.